കുടുംബത്തെയും കൂട്ടി പട്ടായയിലേക്ക് പോയ എന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയൊരു ദിവസമായിരുന്നു കടന്നുപോയത്. പട്ടായയിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും രാവിലെ തന്നെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി. റിസപ്ഷനിലെത്തി ചെക്കൗട്ട് ചെയ്ത് നിൽക്കുമ്പോഴേക്കും സാരഥിയുടെ ടീം ഞങ്ങളെ കൂട്ടാനായി ലോബിയിലെത്തിയിട്ടുണ്ട്. ലഗേജ് എല്ലാം എടുത്ത് വണ്ടിയിലാക്കി യാത്ര തുടങ്ങിയപ്പോൾ സമയം 10 മണി കഴിഞ്ഞിരിക്കുന്നു. പട്ടായയിലെ തെരുവുകളിൽ പകലൊന്നും വലിയ തിരക്കില്ല. ഇവിടമെല്ലാം സജീവമാകണമെങ്കിൽ രാത്രിയാവണം. തായ്ലൻഡിലെ ഡ്രൈവിംഗ് സംസ്കാരം വളരെ മികച്ചതാണെന്ന് തോന്നുന്നു. ട്രക്കുകളെല്ലാം ഇടതുവശം ചേർന്ന് അവർക്ക് അനുവദിച്ചിട്ടുള്ള ട്രാക്കിലൂടെ മാത്രമാണ് പോകുന്നത്. എക്സ്പ്രസ് വേയിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര. പട്ടായയിൽ നിന്നും ബാങ്കോക്കിലെത്താൻ 150 പരം കിലോമീറ്റർ ഉണ്ട് ദൂരം. എന്നാൽ ഈ ദൂരം ഓടിയെത്താൻ എടുക്കുന്ന സമയമാവട്ടെ 2 മണിക്കൂറിൽ താഴെ മാത്രമാണ്. 12 മണി കഴിഞ്ഞതോടെ ബാങ്കോക്ക് അടുക്കാറായിരിക്കുന്നു. 12:30 കഴിഞ്ഞതോടെ ബാങ്കോക്കിനടുത്തുള്ള വാക് ടൈമിറ്റർ ബുദ്ധക്ഷേത്രത്തിലെത്തി. നേരെ പോയത് വാഷ്റൂമിലേക്കാണ്. വാഷ്റൂമിലെത്തിയതും കണ്ടത് ഒരു തായ്ലൻഡുകാരൻ ഇന്ത്യക്കാരനോട് ചൂടായിക്കൊണ്ട് നിൽക്കുന്നതാണ്. സംഭവം മറ്റൊന്നുമല്ല, പുകവലി പാടില്ലെന്ന് വാഷ്റൂമിൽ നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്നും ശ്രദ്ധിക്കാതെ വലിച്ചുകൊണ്ട് നിന്ന ഇന്ത്യക്കാരന് തായ്ക്കാരൻ നല്ല കണക്കിന് കൊടുത്തു. നാട്ടിലേതുപോലെ തന്നെ ഇവിടെയും ക്ഷേത്ര പരിസരങ്ങളിൽ ലോട്ടറി കച്ചവടം സജീവമാണ്. കച്ചവടക്കാരെല്ലാം ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണെന്ന് തോന്നുന്നു. തായ്ലൻഡിൽ പൊതുവായി ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണിത്. കച്ചവടത്തിനിരിക്കുന്ന കച്ചവടക്കാരെല്ലാം മിക്കവാറും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു എൻട്രി ടിക്കറ്റ് ഉണ്ട്. എൻട്രി ടിക്കറ്റും എടുത്ത് നേരെ ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ തന്നെ തായ്ലൻഡിന്റെ മുൻ രാജാവിന്റെ ചിത്രമാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ തായ്ലൻഡ് ഭരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ മകനാണ്. പ്രധാന ക്ഷേത്രത്തിലേക്ക് കയറുന്നിടത്ത് മൊബൈൽ ഫോണും ക്യാമറയും ഒന്നും ഉപയോഗിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എങ്കിലും ആരും അതൊന്നും കാര്യമാക്കുന്നില്ല. ക്ഷേത്രത്തിന്റെ പ്രധാന പ്രതിഷ്ഠയായ ഗോൾഡൻ ബുദ്ധയോടൊപ്പം സെൽഫി എടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും. ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്നവർ ഒരു വശത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ടൂറിസ്റ്റുകൾ മറുവശത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നുമുണ്ട്. ക്ഷേത്ര കാഴ്ചകളും കണ്ട് തിരിച്ചു പാർക്കിങ്ങിലെത്തി വണ്ടിയിൽ കയറി യാത്ര തുടർന്നു. വഴിയരികിൽ കണ്ടതാണ് പെഡസ്റ്റൽ ഫാനാണ് ഈ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു വെച്ചിരിക്കുന്നത്. പൊതുവെ ജപ്പാൻകാർ ഫാനുകൾ അലങ്കരിച്ച് ഗിഫ്റ്റായി നൽകുന്ന പതിവുണ്ട്. ഫാനിന്റെ കാറ്റ് സ്പ്രെഡ് ആകുന്നതിനോടൊപ്പം ഗുഡ് ലക്കും സ്പ്രെഡ് ആകുമെന്നാണ് ജപ്പാൻകാർ വിശ്വസിക്കുന്നത്. തായ്ലൻഡിലും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെന്നാണ് തോന്നുന്നത്. ബാങ്കോക്ക് അടുത്തതോടെ തായ്ലൻഡിന്റെ ഐക്കോണിക് സിംബലായ ടുക്ടുക്ക് കണ്ടു തുടങ്ങി. 3 മണി അടുക്കാറായതോടെ ബാങ്കോക്കിൽ ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഹോട്ടലെത്തി. ഞങ്ങളെ ഇവിടെ കൊണ്ടുവിട്ടതിനുള്ള തെളിവിനാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഫോട്ടോയും എടുത്ത് ഡ്രൈവർ മടങ്ങി. ഹോട്ടലിലെത്തി ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കി. $100 സെക്യൂരിറ്റി ഡെപ്പോസിറ്റും വാങ്ങി റൂമിന്റെ ചാവി നൽകി. ഹോട്ടലിന്റെ 9ാമത്തെ നിലയിലാണ് ഞങ്ങളുടെ റൂമിലെത്തി. നല്ല മനോഹരമായിട്ടുള്ള മുറിയാണ് കിട്ടിയിട്ടുള്ളത്. മുറിയിൽ നിന്നാൽ ബാങ്കോക്ക് നഗരത്തിന്റെ മനോഹരമായ കാഴ്ചകളാണ് കാണാനുള്ളത്. ഇന്നത്തെ ലഞ്ച് ഇതുവരെ കഴിച്ചിട്ടില്ല. റൂമിലേക്ക് തന്നെ ലഞ്ചിന് ഓർഡർ നൽകി. 250 ബാത്താണ് ലഞ്ചിന് റേറ്റായി വന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഏകദേശം 576 രൂപ വരുന്നത്. ലഞ്ചും കഴിച്ച് അല്പസമയം വിശ്രമം. വൈകുന്നേരം 7:30 ബാങ്കോക്ക് എല്ലാം ഒന്ന് കറങ്ങി വരാമെന്ന് കരുതി പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഴ. 8:30 മഴ മാറിയതും നേരെ പുറത്തേക്ക്. മഴയായിരുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ബാറുകളിലും റെസ്റ്റോറന്റുകളിലും ഒന്നും വലിയ തിരക്ക് കാണാനില്ല. പുറത്തിറങ്ങിയതും ഞാൻ ഇന്ത്യയിലെത്തിയോ എന്നൊരു സംശയം. എവിടെ നോക്കിയാലും ഇന്ത്യക്കാരും ഇന്ത്യൻ റെസ്റ്റോറന്റുകളും. ഇതിനു മാത്രം ഇന്ത്യക്കാർ തായ്ലൻഡിൽ വന്നു പോകുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് പുതിയൊരു അറിവായിരുന്നു. ബാങ്കോക്കിലും മസാജ് സെന്ററുകൾക്ക് കുറവൊന്നുമില്ല. പട്ടായയെ അപേക്ഷിച്ച് കുറവാണെന്ന് മാത്രം. ഈ കാണുന്നതാണ് ടുക്. നമ്മുടെ ഓട്ടോ തന്നെ, എന്നാൽ അത്യാവശ്യം മോഡിഫൈഡ് ആണെന്ന് മാത്രം. നല്ല കളർഫുള്ളായി ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് നല്ല സീറ്റുകളൊക്കെ വെച്ച് ഏതൊരു ടൂറിസ്റ്റിനെയും ആകർഷിക്കുന്ന രീതിയിലാണ് ടുക് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തായാലും അടുത്ത ദിവസം ഇതിലൊന്ന് കയറാൻ തന്നെ തീരുമാനിച്ചു. തെരുവിലൂടെ വെറുതെ അങ്ങനെ നടക്കുമ്പോഴാണ് വഴിയരികിൽ ഒരു ബാഗ് കട കണ്ടത്. നീതുവാണ് കണ്ടെത്തിയതെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ നോക്കുമ്പോൾ അമ്മയും നീതുവും കടയ്ക്കുള്ളിൽ നിൽക്കുന്നതാണ് കണ്ടത്. ഇപ്പൊ വരുമെന്ന് കരുതി ഞാൻ അല്പനേരം കടയുടെ പുറത്തു തന്നെ നിന്നും അടുത്തപ്പോൾ ഞാനും കടയ്ക്കുള്ളിലേക്ക് കയറി. രണ്ടുപേരും കാര്യമായിട്ടെന്തോ തിരയുന്നുണ്ട്. ഞാൻ കരുതിയത് ഒരു ബാഗ് വല്ലതും സെലക്ട് ചെയ്യാനുള്ള തെരച്ചിലാണെന്നാണ്. എന്നാൽ സെലക്ട് ചെയ്തു വെച്ചിരിക്കുന്ന ബാഗുകൾ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് സംഗതി പന്തിയല്ലെന്ന് എനിക്ക് മനസ്സിലായത്. ഒരു കൊച്ചു ടേബിളിന്റെ മുകളിൽ 4-5 ബാഗുകൾ സെലക്ട് ചെയ്തു വെച്ചിരിക്കുന്നു. വീണ്ടും അതിന്റെ മുകളിലേക്ക് ബാഗുകളുടെ എണ്ണം കൂടി വന്നു. ഇതൊരു മത്സര ഇനമായി കണക്കാക്കരുതെന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും രണ്ടുപേരെയും ഒന്ന് കണ്ടുകിട്ടിയിട്ട് വേണ്ട പറയാൻ. സംഭവം ബാഗിന് വലിയ വിലക്കുറവാണ്. 50ഉം 60ഉം ബാത്തുകൾ മാത്രമാണ് വിലയായി വരുന്നത്. 70 ബാത്ത് അഥവാ 160 രൂപയാണ് ഇവിടുത്തെ ഏറ്റവും കൂടിയ വില. ഒടുവിൽ ബില്ല് വന്നപ്പോഴാണ് ശരിക്കും ഞാൻ ഞെട്ടിയത്. 26ഓളം ബാഗുകളാണ് അമ്മയും മോളും കൂടി മത്സരിച്ചു പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലും ഭേദം ആ മഴയങ്ങ് നിന്ന് പെയ്യുന്നതായിരുന്നു നല്ലതെന്ന് മനസ്സിൽ പറഞ്ഞ് ബാഗുകളെല്ലാം വാരിക്കെട്ടി നേരെ ഹോട്ടലിലേക്ക്. ഒരു കാര്യത്തിൽ പിന്നെ സമാധാനമുണ്ട്. നാട്ടിൽ നിന്നും 5-6 ബാഗുകൾ വാങ്ങുന്ന വില മാത്രമേ ഇവിടെ നിന്നും 26 ബാഗുകൾ വാങ്ങിയിട്ടും എനിക്കായിട്ടുള്ളൂ. അതും നല്ല ക്വാളിറ്റി സാധനങ്ങൾ. ഇനി വരുന്ന ദിവസങ്ങളിൽ എന്റെ അവസ്ഥ എന്തായിത്തീരുമെന്ന് മനസ്സിൽ ചെറിയൊരു പേടിയോടെ തിരിച്ചു ഹോട്ടലിലേക്ക് തന്നെ മടങ്ങി. സാരഥി ഹോളിഡേയ്സിന്റെ പാക്കേജ് എടുത്തിട്ടാണ് ഞാൻ തായ്ലൻഡിൽ വന്നിട്ടുള്ളതെന്ന് മുമ്പ് പറഞ്ഞിരുന്നല്ലോ. നമ്പർ ഞാൻ ചുവടെ കൊടുക്കാം. തായ്ലൻഡിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് ഒരുപക്ഷെ ഉപകാരപ്പെട്ടേക്കാം.